പ്രയാസങ്ങൾക്കിടയിലും നിങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവർക്ക് എത്തിച്ചേരുവാനും സാധിക്കും. അത് മറ്റുള്ളവരുടെ ഇടയിൽ നമ്മൾ നിന്ന് സംസാരിച്ചാൽ നമ്മുടെ വാക്കുകൾക്ക് അവർ വില തരികയും ആ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ തീർപ്പ് വരികയും ചെയ്യും. മറ്റുള്ളവരുടെ കലഹങ്ങൾക്ക് നമ്മൾ ഒരിക്കലും കാരണമായി തീരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ തുറന്നു പറഞ്ഞിട്ട് അവിടെ നിന്നും ഒഴിവാകുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ പിതാവിന് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അരിഷ്ടതകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനുകൂലമായി നിങ്ങളുടെ കൂടെ നിന്നവരെല്ലാവരും ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതാണ് കാണുന്നത്. നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം മൂലം നേരത്തെ മുൻകൂട്ടി വച്ചിരുന്ന പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരും. ലഹരി വസ്തുക്കളിലുള്ള താല്പര്യം വർദ്ധിക്കുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ മാറുവാനും നേട്ടങ്ങൾ ഉണ്ടാകുവാനും ജോലി സംബന്ധമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുവാനും വിദ്യാഭ്യാസപരമായി അവർക്ക് വിദേശത്ത് പോകുവാനുമെല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. വിലപ്പെട്ട രേഖകൾ കൈമോശം വരാതെ സൂക്ഷിക്കുക. ദീർഘയാത്രകൾ ഒഴിവാക്കുന്നതും നല്ലതായിരിക്കും. ബന്ധുജനങ്ങളുടെ സഹായത്താൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല മേഖലകളിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. കാർഷിക മേഖലകളിൽ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. സർക്കാർ ജീവനക്കാർക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും പ്രൊമോഷനുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ലഭിക്കും. ഉദ്യോഗസ്ഥർക്ക് സാമ്പത്തികപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ ഈ ഒരു കാലത്ത് നേരിടേണ്ടി വരും. പ്രേമബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് അത് നിങ്ങളുടെ വീട്ടുകാർ അംഗീകരിക്കുവാനും വിവാഹത്തിൽ എത്തിച്ചേരുവാനും സന്തോഷകരമായി ഒരു ജീവിതം നയിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലസതയും മടിയും മാറ്റിവെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമായിരിക്കും. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.